കേട്ടുകേൾവിയില്ലാത്ത പെരും കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞതാണ്. രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്ന് പോലും ഹൈക്കോടതിക്ക് സംശയമുണ്ട്. തട്ടിപ്പിന്റെ ചെമ്പ് തെളിയുമ്പോൾ കൈവിലങ്ങ് നീളുന്നത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നവരിലേക്കാണ്. മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ SIT നോട്ടമിട്ട് കഴിഞ്ഞു. കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ ഉപദേശപ്രകാരമെന്ന മൊഴി അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. വാസുവിന് പിന്നാലെ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യമുനയിൽ നിർത്തും. ഇതിനിടെ നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കാലാവധി കഴിയുമ്പോൾ സേവനം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വരും. 1 വർഷം കൂടി നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നു. ഇന്നലെ കോടതി കടുപ്പിച്ചതോടെയാണ് സർക്കാരിന്റെ മനംമാറ്റം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ വിശ്വസ്തർക്ക് ഇരുമ്പഴി എണ്ണേണ്ടി വന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കാര്യങ്ങളത്ര സുഖകരമാകില്ല. നിർഭയം അന്വേഷണം തുടരാൻ SITക്കാകുമോ? അന്വേഷണം തലപ്പത്തേക്ക് നീങ്ങും.